ഞാനിന്നിവിടെ എടുക്കുന്നത് പാർട്ണർഷിപ്പ് അക്കൗണ്ടിൻ്റെ ബാലൻസ് കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൻ്റെ ബാലൻസ് ആയിട്ടാണ്. അതൊന്നുകൂടി എന്താണെന്നൊന്ന് പറയാം. ഇപ്പോൾ ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു പാർട്ണേഴ്സ് ഓഫ് ദ ഫേം ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം ത്രൂ ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. എല്ലാ ഫേമും ആദ്യം നമുക്ക് എന്താണ് ക്യാപിറ്റലിലായ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ദ എമൗണ്ട് ഓഫ് മണി ബ്രോട്ട് ഇൻ എ ക്യാപിറ്റൽ, വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, പാർട്ണേഴ്സ് സാലറി, കമ്മീഷൻ ടു പാർട്ണേഴ്സ് എക്സെട്ര. ഈ കാര്യങ്ങളല്ലേ ഈ പറഞ്ഞ ഇപ്പം ഡ്രോവിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, പാർട്ണേഴ്സ് സാലറി, കമ്മീഷൻ, ഇതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നതാണ്. There are two methods by which the capital account of partners can be maintained. രണ്ട് മെത്തേഡാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ളത്. These are fixed capital method and fluctuating capital method. The difference between the two lies in whether or not the transaction other than addition or withdrawal capital are recorded in the capital account of partners. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്തിൽ ഒന്നിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരാം, ഡ്രോവിങ്സ് കൊണ്ടുവരാം. ഇതെല്ലാം പാർട്ണേഴ്സിന് സാധിക്കുന്ന കാര്യങ്ങളാണ്. നോക്കാം നമുക്ക്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. അണ്ടർ ദ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദ ക്യാപിറ്റൽ ഓഫ് ദ പാർട്ണേഴ്സ് ഷാൽ റിമെയിൻ ഫിക്സഡ് അൺലെസ് അഡീഷണൽ ക്യാപിറ്റൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ എ പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ ഈസ് വിഡ്രോൺ ആസ് പെർ ദ എഗ്രിമെൻറ്റ് എമംഗ് ദ പാർട്ണേഴ്സ്. അപ്പം പാർട്ണേഴ്സിനിടയ്ക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റ് കാണും. അപ്പം നമ്മൾ ആദ്യം ഒരു ക്യാപിറ്റൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് എന്ത് കൊണ്ടുവരാം, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരാം. പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് പാർട്ണേഴ്സിനെ വിഡ്രോ ചെയ്യുകയും ചെയ്യാം. നോക്കാം. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓൾ ഐറ്റംസ് ലൈക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ആർ റെക്കോർഡഡ് ഇൻ എ സെപ്പറേറ്റ് അക്കൗണ്ട്സ് കോൾഡ് എ പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഇപ്പം പിന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലെ ഈ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, ഇതെല്ലാം ഒരു സെപ്പറേറ്റ് അക്കൗണ്ടായിട്ടുള്ള പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ദ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ഓൾവേസ് ഷോ എ ക്രെഡിറ്റ് ബാലൻസ്. ഇപ്പോൾ പാർട്ണേഴ്സ് പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. വിച്ച് ഷാൾ റിമെയിൻ ദ സെയിം ഫിക്സഡ് ഇയർ ആഫ്റ്റർ ഇയർ അൺലെസ് there is any addition or withdrawal of capital. അപ്പോൾ നമുക്ക് ഈ വർഷാവർഷമാണെങ്കിൽ എന്ത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരാൻ വിഡ്രോ ചെയ്യാനും പറ്റും. ഒരു എഗ്രിമെൻ്റ് റേഷ്യോയിലായിരിക്കും. ദ പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് ഓൺ ദ അതർ ഹാൻഡ് മേ ഷോ എ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. ഇതിന് നമ്മൾ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ബാലൻസ് വരുമല്ലോ, അതൊന്നുകിൽ ക്രെഡിറ്റ് സൈഡിലാകാം അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിലാകാം. ദസ് അണ്ടർ ദിസ് അക്കൗണ്ട് ആൻഡ് കറണ്ട് നോക്കാം. ദസ് അണ്ടർ ദിസ് മെത്തേഡ് ടു അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് പാർട്ണർ. അപ്പോൾ ഓരോ പാർട്ണറിനും എന്തുണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്, കറണ്ട് അക്കൗണ്ടും ഉണ്ട്. വൈൽ ദ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷാൽ ഓൾവേസ് അപ്പിയർ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. എപ്പോഴും നമ്മൾ ബാലൻസ് ഷീറ്റ് അറിയാമല്ലോ, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലായിരിക്കും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എപ്പോഴും കാണിക്കുന്നത്. The partners current account balance shall be shown on the liability side. അതുപോലെ പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ. ഇഫ് ദേ ഹാവ് ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് ഓൺ ദ അസറ്റ് സൈഡ്. ഇപ്പം ക്രെഡിറ്റ് ബാലൻസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് എവിടെ കാണിക്കും? അസറ്റ് സൈഡിൽ. ഇഫ് ദേ ഹാവ് ഡെബിറ്റ് ബാലൻസ്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ദ കറണ്ട് അക്കൗണ്ട് അണ്ടർ ദ ഫിക്സഡ് ക്യാപിറ്റൽ വുഡ് അപ്പിയർ ആസ് ഷോൺ ബിലോ. ഇപ്പം നമുക്ക് നോക്കാം. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ടും കൂടെ നമുക്ക് കാണിച്ചേക്കുന്നത്. അപ്പോൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ പറയുന്ന കൂട്ട് നമ്മളൊരു അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ടി ഷേപ്പിലായിരിക്കും. അതുപോലെ ഡേറ്റ് കോളം ഉണ്ട്, പർട്ടിക്കുലേഴ്സ് ഉണ്ട്, JF ഉണ്ട്, എമൗണ്ട് ഉണ്ട്. ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്.
പിന്നീട് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ഫോർമാറ്റ് ഈ പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ ബാങ്ക് പെർമനൻ്റ് ഓർ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ, അതെന്ന് പറയുന്നത് എന്തായിരിക്കും? വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ, ഡ്രോവിങ്സ് ഓഫ് ക്യാപിറ്റൽ കാണിക്കാം. പിന്നീട് ഇവിടെ ബാലൻസ് വരാം, ക്ലോസിംഗ് ബാലൻസ്. പിന്നീട് റൈറ്റ് സൈഡിലെന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് ബ്രോഡ് ഓപ്പണിംഗ് ബാലൻസ്. പിന്നീട് ഈ ഫ്രഷ് ക്യാപിറ്റൽ, ഇപ്പോൾ ആദ്യം കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ നമ്മളെ റൈറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. ഇത് ഇത്രയും പോസ്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ബാലൻസ് കിട്ടുന്നത്. അതിനെ പറയുന്നത് എന്തെന്നാണ്? ക്ലോസിംഗ് ബാലൻസ്. അടുത്തതെന്ന് പറയുന്നത് പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതും ടി ഷേപ്പിലായിരിക്കും ആദ്യം വരയ്ക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജെ എഫ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജെ എഫ് എമൗണ്ട്, രണ്ടിടത്തും ഒരുപോലെ ആയിരിക്കും അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ഈ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അതെപ്പോഴും റൈറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അപ്രോപ്രിയേഷൻ, അതിനകത്തിലെ ഓരോ പാർട്ട്നേഴ്സിനുമുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റ് അതും നമ്മൾ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ചില സമയത്ത് നമുക്കിവിടെ ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും വരാം. പിന്നീടെന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഈ നോക്കാം, ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലും വരാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് വരാം. അതുപോലെ പ്രോഫിറ്റോ ലോസോ വരാം. പിന്നീട് ബാലൻസ്. ഇതിത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്നത്. പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ബാലൻസ് പോസ്റ്റ് ചെയ്യുന്നു. പിന്നീട് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അപ്രോപ്രിയേഷൻ, ഓരോ വ്യക്തിക്കും കിട്ടുന്ന ഷെയർ. പിന്നീട് അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തരുന്നത് ചില സമയത്ത് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടത് അവസ്ഥയിലുള്ളതായിരിക്കാം. പിന്നീട് ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതിൻ്റെ ഷെയർ ലോസ് ചില സമയത്ത് നമുക്ക് എവിടെ വരാം? ഡെബിറ്റ് സൈഡിലും വരാം. എന്നിട്ട് ബാലൻസ് രണ്ട് സൈഡിലും പ്രതീക്ഷിക്കാം. ഇതിത്രയാണ് ഈ നമ്മൾ ഇപ്പോൾ പഠിച്ച ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചുള്ള ഫോർമാറ്റാണ്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട് വെച്ചുള്ള ഫോർമാറ്റാണ് ഞാനീ പറഞ്ഞത്. ഇനി നമ്മൾക്ക് നോക്കാം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണെന്ന് നോക്കാം. Under the fluctuating capital method, only one account, a capital account is maintained for each partner. All the adjustments such as share of profit and loss, interest on capital, drawings, interest on drawings, salary or commission to partners, etc. are recorded in their capital account of partners. That is the reason why this method is called a fluctuating capital method. In the absence of any instruction, the capital account should be prepared by this method. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനകത്തിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്തെന്ന് എടുക്കാം? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ only one അക്കൗണ്ടേ ഉള്ളൂ, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. അതും ഇതുപോലെ എപ്പോഴും നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് മിക്കപ്പോഴും റൈറ്റ് സൈഡിലായിരിക്കും എഴുതേണ്ടി വരേണ്ടത്. പിന്നീട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാലറീസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അപ്രോപ്രിയേഷൻ, അതിലെ ഓരോ വ്യക്തികളുടെയും ഷെയർ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് ലെഫ്റ്റ് സൈഡിലെന്ന് പറയുന്നത് ഡ്രോവിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് അവരുടെ ആ ഷെയറാണ്. പിന്നീട് ബാലൻസ്. ഇത് ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് പാർട്ണേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ only one അക്കൗണ്ടേ ഉള്ളൂ, അതെന്ന് പറയുന്നത് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിരിക്കും.